ചിരിയും തമാശയും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ പാട്ടിന് എപ്പോഴും ഒരു ബാല്യവും കൗമാരവും ഉണ്ട്. കുഞ്ഞുകുട്ടികളൊക്കെ ഒരുപാട് ഗംഭീരമായിട്ട് ചെയ്യുന്നതാണ്. ഡാൻസിനും അത് കാണാറുണ്ട്. പക്ഷേ നർമ്മത്തിന്റെ ഒരു മേഖലയിൽ ചിലപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ എന്റെ ഒരു ബാച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വളരെ വിരളമായിട്ടുള്ള ആളുകളാണ് എത്തിയിട്ടുള്ളത്. ആ വന്നവരിലെ രണ്ട് പ്രതിഭാശാലികളായിട്ടുള്ള കുരുന്നുകൾ മനോരമയിലെ പരിപാടിയിലൂടെ നമുക്ക് വളരെ സുപരിചിതരാണ്. അവർ നമ്മളോടൊപ്പം ഈ ട്രിപ്പിലുണ്ട്. അവരുടെ ആദ്യത്തെ ട്രിപ്പാണ്. അതാണ് മറ്റൊരു വലിയ പ്രത്യേകത. ആദ്യമായിട്ട് നമ്മൾ ഓസ്ട്രേലിയയിലോട്ടാണ്. അപ്പോ ഈ ആദ്യത്തേത് എന്തും നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അങ്ങനെ ചിന്തിക്കും ഈ ട്രിപ്പ് അവരെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ്. എന്റെ മരുമോനെ കണ്ടായിരുന്നു. അവനെ കണ്ടാൽ ഞാനിരിക്കും. അവനെ കണ്ടാല് എന്നെ പോലെ നിങ്ങളെ പോലെ തന്നെ ഇരിക്കുക. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇവിടെ എന്ന് പറഞ്ഞാല് വേറെ ഈ ഷോ നടക്കുകയാണ്. ഷോ? ആ ഇതെനിക്കറിയാം. ഇത് മറ്റേ മാക്രി അല്ലത്. ഇത് മറ്റേ മാർക്കി. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണിമൂന്ത കുറെ പേരെ കൊല്ലുന്നതല്ലേ അത്. മാർക്കോ? ഇത് വെറും മാർക്കി. ഞാൻ തന്നെ 3 ദിവസം എടുത്തിട്ടാ പഠിച്ചത്. വലിയ ചിങ്ങനിലാന്നൊക്കെ ഇട്ടാ മതിയായിരുന്നു. അതപ്പോ ഇവിടെ അമ്മാനെ വന്ന ഞാൻ എന്നാ വന്നതെന്നറിയാവോ? ഓസ്ട്രേലിയ ജോബുണ്ട്. ഇപ്പൊ പാടിയിട്ട് പോയുള്ളൂ. ജോബ് കുര്യനല്ല, എന്റെ മരുമോന്. അവന് ഇവിടെ ഒരു ജോബുണ്ട് ഓസ്ട്രേലിയയില്. ഓസ്ട്രേലിയ കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. വന്നിരിക്കണം. അതിപ്പോ ഈ ഷോ നടക്കുന്നിടത്ത് അയാൾ വരേണ്ട ആവശ്യമുണ്ടോ? അത് അവൻ റംസാനെ അയ്യപ്പനെ കാണാൻ വന്നതെന്ന്. റംസാൻ അല്ലല്ലോ, മകരവിളക്കിനല്ലേ അയ്യപ്പനെ കാണുമ്പോൾ. മറ്റേ ഡാൻസ് കളിക്കുന്ന റംസാന്റെ സാനി അയ്യപ്പനും അവരെ കാണാൻ വേണ്ടി വന്നതാണ്. എന്തോടാ നോക്കുന്നത്? അല്ലെ ഞാൻ മാമിയുടെ വായിലാണോ കയറിയിരുന്നെന്ന് നോക്കിയത്. എടാ, നിന്നെ ഓസ്ട്രേലിയ കൊണ്ടുപോയി നല്ലൊരു ജോലി വാങ്ങിച്ചു തരാതെ തിരിച്ചു വരേണ്ട മനുഷ്യ എന്നാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. കൊള്ളാല്ലേ? അടിപൊളി. എന്തോന്ന് ആ മൂലയ്ക്ക് ഒരു ഡിസൈൻ. മനുഷ്യൻ ഇവിടെ ആദ്യം കയറി നിൽക്കുന്നത് മൂലക്കുരുവിന്റെ ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ താങ്ക് യു. എന്തിന്? ആ ഉള്ളതങ്ങ് പൊട്ടി. എടാ ഉളുപ്പുണ്ടോ അവിടെ നിനക്ക്? 2-3 ഈ പെട്ടിക്കകത്തുണ്ട്. പിന്നെ ഉള്ള നല്ല ഒന്നല്ലേ മാമൻ എടുത്തിട്ടേക്കുന്നത്. എന്തോന്ന് ഉടുപ്പ്? എടാ ഉളുപ്പല്ലടാ, ഉളുപ്പ്. എടാ നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിന്റെ അച്ഛന്റെ കാര്യം നീ ആലോചിക്കണം. എന്ത്? നിങ്ങൾ കേൾക്കണം. ഇവന്റെ അച്ഛന് വലിവ്. പാവം ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുക. എടാ പുള്ളിക്ക് ഇനിയും കുറച്ച് വർഷം കൂടെ ജീവിക്കണമെന്ന് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. അത് നടക്കൂല മാമ. അതായത് വലിവുള്ളിടത്ത് മൈലേജ് കുറവാ. തോന്നിയാസം പറയുന്നോ? ഇല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ, നിങ്ങൾക്കൊന്നും അച്ഛനെ ബഹുമാനില്ല. നിങ്ങൾക്കെന്നല്ല, ഈ കാലഘട്ടത്തിൽ ഒരു പിള്ളേർക്കും അവർ അച്ഛനും അമ്മയും ബഹുമാനില്ല. ഉള്ളതല്ലേ? അല്ലേ? നിങ്ങളൊക്കെ എന്നെ കണ്ടുപിടിക്കണം. എനിക്ക് എന്റെ അച്ഛൻ ദൈവത്തെ പോലെ. ആദ്യത്തെ മാമ കൊണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. സോറി മാമ കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയോ? നീ ഓസ്ട്രേലിയ പോയി നല്ല ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാലേ നിന്റെ അച്ഛനുള്ള മരുന്ന് നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. എടാ പൊന്നുമോനെ, നിന്റെ അച്ഛന്റെ വയറ്റില് കല്ലും കാലിലും ആടിയുവാ. ഇതിനൊക്കെയുള്ള മരുന്ന് ആര് വാങ്ങിച്ചു കൊടുക്കും? എങ്കിൽ പിന്നെ അച്ഛന് മരുന്നല്ല വേണ്ടത്, പിന്നെ ഒരു ചുറ്റിക. അതാകുമ്പോ വയറ്റിലുള്ള കല്ല് പിടിച്ച് പൊട്ടിക്കാൻ കാലിലുള്ള ആണിയും പ്ലക്കി എടുക്കാം. എടാ നിന്റെ അച്ഛന്റെ കാല് നീ കണ്ടിട്ടുണ്ടോ? നീര് വെച്ച് തടിച്ച് വീർത്തിരിക്കുക. അതച്ഛൻ മൂത്രം വെച്ചപ്പോ അതിൽ നിന്ന് വല്ലതും കല്ല് വീണായിരിക്കും. എടാ അതല്ലത്. പിന്നെ എന്റെ ബലമായ സംശയം, ഇവന്റെ അച്ഛന്റെ കൃഷ്ണിക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്. എന്തുവാ മാമ? കൃഷ്ണി ഇംഗ്ലീഷ് അറിയത്തില്ല, മറ്റേ ബീൻസ് പോലെ ഇരിക്കുന്ന സാധനം. കൃഷ്ണി. എന്റെ പൊന്നു മാമ, ഇംഗ്ലീഷ് അറിയാൻ മേലെങ്കിൽ മലയാളത്തിൽ പറയണം. കൃഷ്ണി നല്ല പറയുന്നത്. കൃക്ക അങ്ങനെ പറയുന്നത്. ഓക്കെ. എന്തായാലും നീ ഓസ്ട്രേലിയ പോണം, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് പോണം. ഓക്കെ. നീ നിന്റെ അമ്മയുടെ കാര്യമെങ്കിലും നീ ആലോചിക്കുന്നുണ്ടോ? അമ്മാമ്മ, ഞാൻ എന്റെ അമ്മയുടെ കാര്യം ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്റെ അമ്മേനെ കുറിച്ച് കുറ്റം പറയാൻ വരുമല്ലേ? അതെ. എടാ അവള് 10 മാസം അവിടെ വയറ്റി ചുമന്നുകൊണ്ട് നടന്നിട്ടാണ് നിന്നെ പ്രസവിച്ചത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ ലോക്കറിൽ കൂട്ടിയിട്ടിട്ട് സമയം പോകുന്നത്. മാമ അവന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ മാമ ആ കാര്യങ്ങളൊക്കെ വിട്. നമ്മൾ എന്താണെങ്കിലും ഇപ്പൊ ഓസ്ട്രേലിയയിലോട്ടല്ലേ പോകുന്നത്. എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. എങ്ങനെ അവിടെ സുരക്ഷിതമാണോ? ഞാനൊരു തവണ ഓസ്ട്രേലിയ പോയത് കൊണ്ട് ഞാൻ പറയാം. അവിടുത്തെ ആൾക്കാരെല്ലാം അത്യാവശ്യം നല്ല ആൾക്കാരല്ലേ? ആൾക്കാരെല്ലാം പാവങ്ങൾ. പിന്നെ അവിടെ കുറെ കങ്കാരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജീവിനെ. അതുങ്ങളെ കാണുമ്പോ നീ നിന്റെ നിക്കറും ഉടുപ്പൊന്ന് ഊരിയിട്ടേക്ക്. അതൊന്ന് എടുത്തോണ്ട് പോയിരിക്കല്ലേ? നീ ഊരിയിട്ടിട്ട് നീ ഏതാ കങ്കാരു ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ലാസ്റ്റ് പിന്നെ ഞാൻ കങ്കാരുമായിട്ട് കൊച്ചിനെ എയർപോർട്ടിൽ കൊണ്ടുപോയി. മാമ, ഞാൻ അങ്ങനെ എന്നെ കളിയാക്കാനല്ല പറഞ്ഞേ. ഈ കങ്കാരുമൊക്കെ എങ്ങനെ ഉപദ്രവകാരികളാണോ? കങ്കാരു അങ്ങനെ വലിയ ഉപദ്രവകാരിയൊന്നും അല്ല. അതൊക്കെ ചുമ്മാ ആൾക്കാർ പറഞ്ഞു പരത്തുന്ന. ആണോ?
തലയിലെ സ്റ്റിച്ച് ഒന്ന് കാണണം. BJP-യുടെ എംബ്ലം പോലെ ഇരിക്കും. മാമാ ഞാൻ ചെരുപ്പൂലി ഇറങ്ങിയോ? ജോലി എങ്ങനെയാണ്? ആ ജോലി എനിക്ക് വാ ചേച്ചി പ്ലീസ്, എങ്ങനെയാണ് എനിക്കൊരു ജോലി സെറ്റാക്കി തരാം. തലേന്ന് ഞാൻ എടുക്കില്ല. എന്റെ അച്ഛൻ വയ്യാതെ നടക്കുക. എങ്ങനെ വയ്യാതെന്ന് ചോദിക്കത്തില്ലല്ലേ? എന്റെ അച്ഛൻ